അപ്പം അദ്ദേഹം തീരുമാനിക്കുന്നതാണ് പാർട്ടിയിലെ അവസാന വാക്ക് എന്നുള്ളത് ഇന്ന് ഒരു പാർട്ടി രഹസ്യം പോലും അല്ലല്ലോ. അപ്പോൾ ഇത് തീരുമാനിക്കുന്നത് അദ്ദേഹം തന്നെയായിരിക്കും. പക്ഷെ അത് അങ്ങനെയല്ല അത് പ്രകടമാവുക എന്നുള്ളത്. അപ്പം അദ്ദേഹത്തിൻ്റെ ചോയ്സ് ആയിരിക്കും. ഇന്ന സീറ്റിൽ അത് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ചോയ്സ് തന്നെയായിരിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ചില ചോയ്സുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്കറിയാമല്ലോ, എം പി രാജേഷ്, പി രാജീവ്, അങ്ങനെ റിയാസ്, അങ്ങനെയൊക്കെയുള്ള സ്ഥാനാർത്ഥികളായിട്ട് വന്നത് പിണറായി വിജയൻ്റെ നിർബന്ധം കൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കെ രാധാകൃഷ്ണൻ പോലും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറിയാം കേരളത്തിലെ ഇനിയുള്ള തിരഞ്ഞെടുപ്പിൽ വിജയിക്കണമെങ്കിൽ ആരൊക്കെ സ്ഥാനാർത്ഥിയാവണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണ പിണറായി വിജയനുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടിയാണ് എല്ലാം തീരുമാനിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ഒരു എന്താ പറയുക, ആവശ്യത്തിന് പറയാമെന്നല്ലാതെ ഈ കാര്യങ്ങൾ അവസാന വാക്ക് പിണറായി വിജയൻ്റെ തന്നെയായിരിക്കും. അദ്ദേഹത്തിന് കൃത്യമായ ധാരണയുണ്ടാവും എങ്ങനെയാണ് ഇത് കൃത്യമായി ഇത് നടപ്പിലാക്കേണ്ടത്, ഏതൊക്കെ മേഖലകളിലാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ തന്നെ കൃത്യമായ ധാരണ അദ്ദേഹത്തിനുണ്ട്. അതനുസരിച്ചിട്ട് തന്നെയാണ് ചിലരെങ്കിലും കോഴിക്കോട് ജില്ലയിൽ തന്നെ ഉള്ള SFIയുടെ പഴയ SFI DYFI നേതാക്കന്മാർ ചിലരെങ്കിലും ചില മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ പേരാമ്പ്ര പോലുള്ള മണ്ഡലത്തിൽ ആരായിരിക്കണം സ്ഥാനാർത്ഥി എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള ധാരണ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പിണറായി വിജയൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. അത് തന്നെയായിരിക്കും അവസാനത്തെ തീരുമാനമായിട്ട് വരുന്നത്. മാറിയിട്ടുള്ള തീരുമാനം ഉണ്ടാകാൻ സാധ്യതയില്ല. ഇത് ഒരു മിനിറ്റ്, ഞാൻ ഇതിനോട് അനുബന്ധിച്ചൊരു കാര്യമോട് ചോദിച്ചോട്ടെ. ഈ പ്ലേസ്മെന്റിനെ കുറിച്ച് പറഞ്ഞല്ലോ, ചില തീരുമാനങ്ങൾ, ചില സീറ്റുകളിൽ ഇന്ന ആളെന്നുള്ള തീരുമാനങ്ങൾ ഈ 2021 തുടർച്ചയായി 2 ടേം എന്നുള്ള മട്ടിൽ ഒഴിവാക്കപ്പെട്ട ചിലരെങ്കിലും തിരിച്ചു വരാനുള്ളൊരു സാധ്യതയും കൂടെ കാണേണ്ടി വരില്ല നമ്മൾ? അത് ഉണ്ടാവാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ അദ്ദേഹം തീരുമാനിക്കും. അദ്ദേഹം തീരുമാനിക്കുന്ന അത് വ്യക്തിപരമായ സ്ട്രാറ്റജി ആയിട്ടുകൂടിയാണ് ഞാൻ ചോദിച്ചത്. പ്രദീപ് കുമാറിനെ പോലെയുള്ള ആളുകൾ തിരിച്ചു വരും, തിരിച്ചു വന്നേക്കാം. അപ്പോൾ പ്രദീപ് കുമാറോ അല്ലെങ്കിൽ തോമസ് ഐസക്കോ ഒക്കെ തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറൊരു സ്ട്രാറ്റജി ആയിട്ടായിരിക്കുമല്ലോ വരാം. അതാണ് ഞാൻ ചോദിച്ചത്. അതെ, കൃത്യം. ഇപ്പം നോർത്ത് പോലുള്ള, കോഴിക്കോട് നോർത്ത് പോലുള്ള ഒരു മണ്ഡലത്തിൽ സീറ്റ് നിലനിർത്തണമെങ്കിൽ ഇപ്പം കോൺഗ്രസിൻ്റെ ഇപ്പോൾ അഭിജിത്തോ അല്ലെങ്കിൽ മറ്റു സ്ഥാനാർത്ഥികളൊക്കെ വരികയാണെങ്കിൽ അതിനോട് കിടപിടിക്കുന്ന ഒരു സ്ഥാനാർത്ഥി CPM-ന് വേണമെന്നുള്ളത് അവർക്ക് ഒരു നിർബന്ധം ഉണ്ടാവില്ല. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി മുമ്പിലുള്ളത് പ്രദീപാണ്. പ്രദീപ് മുമ്പ് മത്സരിച്ചു, 3 തവണ മത്സരിച്ചു എന്നൊക്കെ പറയുന്ന MLA ആയി എന്നുള്ളതൊന്നും ഘടകമാവാൻ സാധ്യതയില്ല.